ഏഴാം ക്ലാസ് കേരള പാഠാവലിയിലെ പടക്കളത്തിലേക്ക് എന്ന കവിതാഭാഗത്തിന്റെ ആശയം എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഭാഷാപിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ വർണ്ണനകൾ കൊണ്ട് സമൃദ്ധമാക്കിയ കൃതിയാണ് ശ്രീ മഹാഭാരതം കിളിപ്പാട്ട്. ഇതിലെ ദ്രോണപർവ്വത്തിൽ നിന്നും എടുത്ത ഭാഗമാണ് പടക്കളത്തിലേക്ക്. കൗരവരും പാണ്ഡവരും കുരുക്ഷേത്ര ഭൂമിയിലേക്ക് യുദ്ധത്തിനായി എത്തുന്ന കാഴ്ചയാണ് ഇവിടെ എഴുത്തച്ഛൻ വർണ്ണിക്കുന്നത്. സ്വർണ്ണാഭരണങ്ങളിട്ട് മുൾത്തടിയും കൊണ്ട് യുദ്ധസജ്ജരായി വരുന്ന ആനകളെ കണ്ടാൽ പൊന്നിൻ മലകൾ നടന്നു വരുന്നത് പോലെ തോന്നും. വെള്ളത്തിൽ തിരകൾ ഉണ്ടാകുന്നത് പോലെ വെള്ളക്കുതിരകളും മുമ്പിലായി കാലാൾപ്പടകളും കുതിച്ചു വരുന്നത് കണ്ടാൽ ഒരു കടൽ തന്നെ ഇളകി വരുന്നത് പോലെ തോന്നും. പാണ്ഡവ സൈന്യം കൗരവപ്പടയെ ലക്ഷ്യം വെച്ച് വരുന്ന നേരം എല്ലാ ദിക്കുകളും പൊടി കൊണ്ടും മറഞ്ഞു. ഇത് കണ്ട് കൗരവ സൈന്യം ആകെ വിഷമത്തിലായി. കൗരവരുടെ സൈന്യാധിപനായ ദ്രോണർ കൗരവരോട് പറഞ്ഞു, അവരുടെ വരവ് ഭയങ്കരമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. നല്ല ആനകളെ മുന്നിൽ നിർത്തണം. ആ പൊടിപ്പടയെ അകറ്റുവാനായി കഴിവുള്ളവർ ഒന്നിച്ചു നിന്ന് പൊരുതണമെന്നുകൂടി ദ്രോണർ പറഞ്ഞുറപ്പിക്കുന്നു.